എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ സീരീസിലെ അവസാന കണ്ണിയായ അംബാസഡർ മാർക്ക് 4നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് വണ്ടിയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഗ്രില്ലാണ്. അതുകൊണ്ട് മുകളിലായിട്ട് നമുക്ക് അംബാസഡറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും. അതിന് മുകളിലായിട്ടൊരു മോണോഗ്രാം. ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് വണ്ടിയുടെ ക്ലാസിക് ലുക്ക് തന്നെയാണ്. വണ്ടി ഇറങ്ങിയ കാലം മുതലുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഹെഡ്ലൈറ്റാണ് ഇതിലും കൊടുത്തേക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു ക്രോം പ്ലേറ്റഡ് റിങ് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് പാർക്ക് ലൈറ്റ്. ബമ്പറും ക്രോമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിന് 2 റബ്ബർ ഗാർഡും കാണാം. ഫുൾ ഒറിജിനാലിറ്റിയിലുള്ളൊരു വണ്ടിയാണിത്. ഒറിജിനൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. ആ ബമ്പറിന് താഴെയാണ് ഇരുവശങ്ങളിലും ഇൻഡിക്കേറ്റർ കാണാൻ കഴിയുന്നത്. ഇതാണ് ആ ഇൻഡിക്കേറ്റർ. അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ വീൽ കപ്പും സെൻട്രലാണ് വന്നിരിക്കുന്നത്. സെൻട്രലിൽ ഒരു സിൽവർ ഒരു വീൽ കപ്പാണ്. അതിന് ചുറ്റുമായിട്ട് ബോഡി കളേർഡ് വീൽ ഡിസ്കാണ്, ഗ്രേ കളർ. ഇതാണ് ഈ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അംബാസഡർ അതിമനോഹരമാണ്. ഡോർ ഗ്ലാസിന് ചുറ്റും ക്രോമിൻ്റെ ഒരു ഫിനിഷിങ് കാണാൻ കഴിയും. അപ്പം നമുക്ക് പുറകിലോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത് മെയിനായിട്ട് കാണാൻ കഴിയുന്നത് ഡീസൽ ടാങ്കിൻ്റെ ആ കേപ്പ് ഇങ്ങനെ ഉയർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഡിക്കിയുടെ ഹിഞ്ചസും കാണാൻ കഴിയും. അത് പ്രൊജക്റ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ടെയിൽ ലാമ്പ്. ഇതിലൊരു ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ആ ടെയിൽ ലാമ്പിന് ചുറ്റുമായിട്ട് ഒരു ക്രോം ഫിനിഷ് ഉണ്ട്. ഇതാണ് ബാക്കിൽ നമ്മുടെ മാർക്ക് 4ൻ്റെ ഒരു ലോഗോ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ഡിക്കിയുടെ ലോക്ക്. ഇതൊക്കെ അംബാസഡറിനെ സ്നേഹിക്കുന്ന മിക്ക ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്, എങ്കിലും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. റിയർ ബമ്പറും ഒരു നോർമൽ ബമ്പറാണ് പ്ലേറ്റഡ്. അതിന് 2 സൈഡിലുമായിട്ട് റബ്ബറിൻ്റെ ഗാർഡും കാണാൻ കഴിയും. ഈ വണ്ടി ഫുൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. പുതിയ BMC എഞ്ചിൻ, രജിസ്റ്റർ ചെയ്ത എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയറിലോട്ട് പോകാം. ഇൻറ്റീരിയറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയും നോക്കാം. ഇതാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല്. പണ്ടുള്ള മാർക്ക് 2, മാർക്ക് 1 അപേക്ഷിച്ച് ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നാഷണലിൽ നിന്ന കമ്പനിയുടെ അടിപൊളി ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനുള്ള AC ആണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. എന്ന ആ ലോഗോയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചത്, നാഷണലിൻ്റെ. ഇതാണ് നമ്മുടെ മീറ്റർ കാര്യങ്ങൾ. വണ്ടിയിലുള്ളത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന് സൈഡിൽ കൺട്രോൾ സ്വിച്ചും കാണാൻ കഴിയും. അപ്പം ഇതാണ് വണ്ടിയുടെ റൂഫ്. ഒരു വെൽവെറ്റ് തുണി കൊണ്ടാണ് ഈ വണ്ടിയുടെ റൂഫ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്. അതിന് സെൻട്രലായിട്ട് ഒരു റൂഫ് ലാമ്പും കാണാൻ കഴിയും. നമുക്ക് പുറകിലെ സീറ്റും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അതിമനോഹരവും കുഷനിങ്ങും വെൽവെറ്റ് ഫിനിഷുമുള്ള പുറകിലത്തെ സീറ്റ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ലിവർ. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കണ്ടുവരുന്ന ഒരു സാധാരണ ലിവറാണ്. അതുപോലെ തന്നെ പുറകിലെ സീറ്റിൽ ഒരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ഇത് രണ്ടാമത് ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. ഇതാവാനാണ് വഴി. പണ്ടെന്തായാലും ഹാൻഡ് റെസ്റ്റ് ഇല്ല. മോഡൽ BMC എഞ്ചിൻ വരുന്ന ഈ വാഹനം ഈ വണ്ടിയുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി വേണ്ടവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നതാണ്.
ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു BMC എഞ്ചിനാണ് വരുന്നത്. 1500 cc താഴെ മാത്രമുള്ള ഒരു BMC എഞ്ചിനാണ്. AC ഉള്ള മോഡലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഇപ്പോഴും കോളം ഷിഫ്റ്റ് ഗിയറിലാണ് വണ്ടി ഓടുന്നത്. പ്ലാറ്റ്ഫോം ഗിയർ ഓടിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ അല്പം ഒന്ന് ബുദ്ധിമുട്ട് വരുമെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടിയുടെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം പഠിച്ചാൽ സുഖമായിട്ട് വണ്ടി ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 1958 മുതൽ 2014 വരെ ഉൽപ്പാദനമുണ്ടായിരുന്ന കാറുകളാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ കാറുകൾ. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മാർക്ക് സീരീസിലെ അവസാന കണ്ണിയായ മാർക്ക് 4 ആണ് ഞങ്ങളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അതിലുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ അംബാസഡറിൻ്റെ കുറച്ച് ചരിത്രമാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അംബാസഡർ കാറുകൾ മോറിസ് ഓക്സ്ഫോർഡ് ട്രീ എന്ന കാറിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണ്. അംബാസഡറിൻ്റെ മെയിൻ പ്ലാന്റുകൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഹൂഗ്ലി, അത് വെസ്റ്റ് ബംഗാളിലാണ് ഹൂഗ്ലി. അതുപോലെ തന്നെ ചെന്നൈയിലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. 2017 ഫെബ്രുവരി 11 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ പ്യൂഷോ ഗ്രൂപ്പ് വാങ്ങി. ട്രേഡ് മാർക്ക് ഉൾപ്പെടെയാണ് വാങ്ങിയത്. 80 കോടി രൂപയ്ക്കാണ് പ്യൂഷോ ഗ്രൂപ്പ് HM മോട്ടോഴ്സിനെ സ്വന്തമാക്കിയത്. ഇപ്പോൾ പരിഷ്കരിച്ചൊരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ കാറുകൾ പ്യൂഷോ ഗ്രൂപ്പ് മേടിച്ചപ്പോൾ അംബാസഡറിൻ്റെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ അംബാസഡറിൻ്റെ ഒരു പുതിയ മോഡലോ പരിഷ്കരിച്ച ഒരു മോഡലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമുക്കിനിയും ആ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ റൈഡിംഗ് അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷനും സീറ്റിങ്ങിൻ്റെ പൊസിഷനിങ്ങും കംഫർട്ടൊന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അതുപോലെ തന്നെ AC ഇട്ടപ്പോഴും നല്ല കൂളിംഗ് തരുന്ന ഒരു AC ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. നാഷണൽ എന്ന ബ്രാൻഡിൻ്റെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു AC ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അംബാസഡർ കാറുകളിലെ ആദ്യകാല ഡീസൽ എഞ്ചിനുകളിൽ ഒന്നാണ് BMC. അപ്പോൾ അതുപോലെ തന്നെ ഈ വാഹനം മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വാഹനത്തിൻ്റെ ഓണർ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനം മേടിക്കാൻ താല്പര്യമുള്ളവർ അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.